രഞ്ജനെ ലൊക്കേഷൻ എത്തിട്ടാ. എടാ പൊട്ടാ, വേഗം ചാടി വാങ്ങിട്ട് ആരെങ്കിലും കാണാൻ മുന്നേ. ഞാൻ ടെറസിലുണ്ട്. ബേബി എന്താ ഇട്ടേക്കണേ? നിന്റെ അമ്മയുടെ പെറ്റിക്കോട്ട്. നീ കേട്ടോ? അവിടെ സേഫ് അല്ലേ? ആടാ, അപ്പനടി ഇല്ലെന്ന് പറഞ്ഞില്ലേ? അമ്മച്ചി 10 മണിക്ക് കിടന്നാ സേഫാ. ധൈര്യമായിട്ട് കേറി വാ. വന്നിട്ട് കേറി വന്നിട്ട് നിന്റെ തേങ്ങ താലാമണ്ട അടിച്ചു പൊട്ടിക്കും. മറ്റൊക്കെ കേറി വാ. ഓക്കെ 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 ഓക്കെ. നിക്ക് നീ സാധനം കൊണ്ടുവന്നോ? അതൊക്കെ സേഫാ. ആ അയ്യപ്പാ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നെ എങ്ങനെ അറിയിക്കും? സിഗ്നൽ വരും. ഏത് സിഗ്നൽ? എടാ മറ്റത്. ഏത് മറ്റേത്? സ്കൂളിലൊക്കെ എല്ലാവരും കൈയടി മേടിക്കുന്നേ. കുലു കുലു കുലു. എന്നാ ഞാൻ ഓഫീസിലടിക്കാം. ആൾക്കാരെ മൊത്തം അറിയൂ. നീ ഒന്നും വേണ്ട. നീ ആയും ഇവിടുന്ന് ഓടണം, എന്നിട്ട് എന്നെ വിളിക്കണം. അപ്പൊ ഞാൻ എവിടെ നിന്ന് ഓടും? അല്ല അപ്പൊ വണ്ടി കുട്ടിയുടെ ഓടി പോണം. വണ്ടി ഞാനും പോണം. ചാടാൻ പോവാ. അയ്യപ്പാ എന്താ? പിന്നെയല്ല. ആ ആ ആ അയ്യപ്പാ സാധനം പോയി വിജയിച്ചിട്ട് വാ. വിത്തിറക്കി. ഇവിടെ ചാവാം. നീ സാധനം എടുക്ക്. ഇവിടെ വെച്ചാ ആരെങ്കിലും കാണൂലേ? നമുക്ക് താഴെ അടിക്കാം. അതാവുമ്പോ ആരും കാണില്ലല്ലോ. എങ്ങനെയുണ്ട്? എത്തി. നാളെ കഴിഞ്ഞാൽ ഞാനത് പോവും. പിന്നെ ഇങ്ങനെ മിണ്ടാനോ പറയാനോ ആരും ഇങ്ങോട്ട് വരത്തില്ല. എന്താ എഞ്ചില്? ഞാൻ പോണ ഒരു തരി വിഷമം നിനക്കില്ല? എന്തിന്? ഞാൻ ഭയങ്കര ഹാപ്പിയാ ശബാനെ. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നീ ഒന്ന് പോവൂലോ. എന്താ എഞ്ചില് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നല്ലാണ്ട് നീ ഇവിടെ വന്നാ എന്റെ അപ്പൻ എനിക്ക് നിന്നെ കെട്ടിച്ചേരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഞാൻ പോയി എനിക്ക് അടിച്ചു തരുമായിരിക്കും. മാനത്തോട്ട് നോക്കിയിരുന്നോ? ഇപ്പൊ കെട്ടിച്ചു വരും. ഞാനായിട്ട് ഇറങ്ങി വരേണ്ടി വരും. പിന്നെ കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. എടാ, നീ ഇവിടുന്ന് പോയാൽ നമ്മുടെ ലൈഫ് സെറ്റ് ആവൂടാ. പിന്നെ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. അതല്ലടി എഞ്ചില്, അമ്മച്ചീനൊക്കെ പിരിഞ്ഞിടുന്ന കാര്യം ആലോചിക്കുമ്പോ എനിക്കൊരു വിഷമം. അതൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും. പിന്നെ നീ നിനക്ക് ഇഷ്ടമുള്ള ജോലിക്കല്ലേ പോണേ സബാനെ. നീ അതോർത്ത് ആശ്വസിക്ക്. പിന്നെ വിഷമൊക്കെ എനിക്കൂല്ലേ? എനിക്ക് ഞാൻ എന്റെ ചെക്കനെ എപ്പോഴും കാണാൻ പറ്റുമോ? എടി നീ അല്ലടി ഫിലിപ്പിന്റെ മോളെ പറഞ്ഞ ഞാൻ പോണെന്ന് എനിക്ക് വിഷമമില്ലെന്ന്. അയ്യടാ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ കർത്താനോട് പറയാറുണ്ട് നിന്നൊന്ന് രക്ഷിക്കണേന്ന്. നീ എന്താ കുക്കറാ? നീ എവിടെടാ? നിന്നെ ഇതിനു ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ ഉള്ള കേട്ടാ. ഇവിടെ ഇവിടെ ചോദിച്ചപ്പോ ഇവിടെ തന്നെ. ഇവിടെ എവിടൊക്കെ തന്നെയാടാ. നീ കിടന്ന് പരം കണ്ടില്ല? അല്ലേട്ടാ, ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. ഏത് ഈ വണ്ടിയും കൊണ്ടാ? അല്ലേട്ടാ, അതിൽ പെട്രോൾ ഇല്ല. ഞാൻ ഇപ്പൊ ഉന്തിപ്പഴേ മടുത്തു. നിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. നീ കക്കാൻ വന്നാലടാ? അത് വേള എന്റെ ഇല്ല ഞാൻ പറയല്ലേ. അല്ലാതെ ഈ സമയത്ത് നീ എന്തായാലും കച്ചേരിക്ക് വന്നല്ല.
നിന്നെ കണ്ടിട്ടൊരു ഉഡായ്പ് ലുക്ക് ഉണ്ട്. ഞാൻ കളിച്ചു വിടട്ടാ. ചേട്ടാ പ്ലീസ് ചേട്ടാ, ചേട്ടാ നാറ്റിക്കരുത് ചേട്ടാ പ്ലീസ്. അല്ല ചേട്ടൻ എന്താ ഈ സമയത്ത് ഈ മന്തിലടി ഇപ്പുറത്ത്? കച്ചേരിക്ക് വന്നാ? ഞാനാ? അല്ല തന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. സംഭവം കക്കാനോ അതോ പ്ലക്കാനോ? പറ, ആള് വിളിച്ചു വിട്ടേ. വേണ്ട. അയ്യോ വേണ്ട. മാറിക്കങ്ങട്. വെളുപ്പാങ്കാലം 2 മണി, അതും ഈ നാട്ടിലെ മെയിൻ സ്പോട്ടായ കുമ്പടി മിനിയുടെ അടുത്ത്. അപ്പൊ സംഭവം പ്ലക്കാൻ തന്നെ. നാണം കെടുത്തിട്ട് 2 ഭാര്യ, ഒരു ഭാര്യ 2 മക്കളുള്ളതാ. 2 മക്കളെ വെച്ചിട്ടാണോ പ്ലക്കാൻ നടക്കുന്നത്? നാറി. സഹോദര, എന്ത് വേണമെങ്കിലും വിളിച്ചു, പക്ഷെ നമ്മളിവിടെ കണ്ട കാര്യം മറക്കണം. പൊക്കോ. താങ്ക്സ്. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സോറി, ശീലായി പോയി. ഏഞ്ചലേ, നല്ല നിലാവുള്ള രാത്രിയല്ലേ? നീ നോക്കിയേ, ആ ചന്ദ്രൻ നമ്മൾ നോക്കി നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ? നല്ല ക്ലൈമറ്റ്, നല്ല ആംബിയൻസും. എനിക്കൊരു ഉമ്മ വരൂ. അയ്യടാ, നീ അല്ല പറഞ്ഞ അൺറൊമാൻറ്റിക് ആണെന്ന്. ഇപ്പൊ എന്താ നീ പിണങ്ങല്ലേ? എനിക്കിപ്പോ ഒരു ഉമ്മ. അയ്യടാ, നീ അതുമ്പോ സെറ്റ് ആവ്, എന്നിട്ട് തരാം. ഉറപ്പാണോ? നീയൊന്ന് സംസാരിക്കോ? ഞാൻ എങ്ങനെ ചോദിക്കണം മനുഷ്യ? നിങ്ങൾ പോയി ചോദിക്കേ. വേണ്ട, ഞാൻ ചോദിച്ചാൽ അവൻ പിന്നെ ദേഷ്യം വരും. അവൻ പോകുമെന്ന് ഉറപ്പാണ്. അവൻ എന്തായാലും പോവും. എന്തായാലും ഞാൻ ചോദിച്ചു നോക്കാം. നീ റെഡിയായോ? റെഡിയാവോ അമ്മച്ചി? മോനെ, ഇതും കൂടി ആ ബാഗിൽ വെച്ചു. പിന്നെ പോണ വഴിക്ക് ആ പള്ളി കയറി ഒന്ന് പ്രാർത്ഥിക്കണേ. അതൊന്നും സമയമില്ല അമ്മച്ചി. സമയമില്ലെന്നോ? ഇന്നലെ തന്നെ പള്ളിയിൽ ചെന്നപ്പോ ആ അച്ഛനെ കൊണ്ട് തലയിലൊന്ന് പ്രാർത്ഥിക്കാൻ നടന്നില്ലല്ലോ മോനെ. പള്ളിയിലച്ഛൻ അത് നമ്മളെ വീട്ടിലോട്ട്. എന്റെ അമ്മച്ചി എന്റെ ഏതെങ്കിലും കൂട്ടുകാരന്മാരെ വീട്ടിലോട്ട് വരുന്നുണ്ടോ? അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിന്റെ ട്രെയിൻ എപ്പോഴാ? ട്രെയിനിലല്ല, ഞാൻ ബസ്സിലാ പോണം. ബസ്സിലോ? അതെ, അപ്പം പറയാൻ പറഞ്ഞു. ഇവിടുന്ന് പോണ്ടെന്നല്ലേ? മതി അമ്മച്ചി, നിർത്തിക്കോ. ആരെയും വക്കാലത്തായിട്ട് എന്റെ അടുത്തോട്ട് വരേണ്ട കാര്യമില്ല. അതല്ല മോനെ, നീ പോകുമ്പോ അപ്പനും കൂടി വരണമെന്നുണ്ട് കൂടെ. ബസ് എപ്പോഴാ? 4:40. അവിടെ സേഫ് അല്ലേ? അവിടെ ആരുണ്ടെന്ന് പറഞ്ഞേ? അല്ല, അമ്മ ആരുടെയോ പേര് പറയുന്നുണ്ടായിരുന്നു. അതപ്പന് പറഞ്ഞാൽ അറിയത്തില്ല. എൻ്റെ കൂടെ കോളേജ് ഉണ്ടായിരുന്നതാ, നെങ്കി. അവനും എൻ്റെ ഫാമിലിയൊക്കെ അവിടെ സേഫാ. സബാനെ, ശരിക്കും പോണോടാ മോനെ? അപ്പൊ പറഞ്ഞു നീ ഒന്ന് കേക്ക്. നീ ഇങ്ങനെ പുറത്തുപോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അതാ നമുക്ക് അപ്പനപ്പൂപ്പന്മാരായിട്ട് തലമുറയായിട്ട് കൈമാറി വന്ന നല്ലൊരു തൊഴിലില്ലേ? നമുക്കത് ചെയ്താ പോരെ? അപ്പൊ പിന്നെയും പറയാ, നീ പോണ മോനെ. അപ്പൊ ഒന്ന് പോയേ. ഇനി അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. ഞാൻ പോവും പോവും പോവും. എന്റെ അപ്പാപ്പൻ മരിക്കാൻ കിടക്കുമ്പോ എന്റെ അപ്പനെ ഏൽപ്പിച്ചു.
എൻ്റെ അപ്പം മരിക്കണതിന് മുമ്പ്, അതായത് നിന്റെ അപ്പാപ്പൻ മരിക്കണതിന് മുമ്പ് അതെന്നെ ഏൽപ്പിച്ചു. എൻ്റെ അപ്പന് കൊടുത്ത വാക്കിന്റെ പുറത്ത് ഞാൻ കുറെ ഓടി. ഇനി അപ്പന് വയ്യണ, ഇനി ഞാൻ അധികാലം ഇല്ല. ഞാൻ കണ്ണെടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം നിന്നെ ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു. സാരിയില്ല, നീ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. ഇനി നിനക്കവിടെ പറ്റില്ലെന്ന് തോന്നിയാ ഇങ്ങോട്ട് പോന്നേക്കണം. ഈ അപ്പനും കാണും, നിനക്കുള്ള പണിയും കാണും. ഹലോ, എന്താടാ ബസ് കിട്ടിയാ? ഇല്ല പാപ്പാ. പുറത്തൊന്നും കഴിക്കല്ലേട്ടാ. ആ പാപ്പക്ക് എന്നോട് എന്തേലും പറയാണ്ട? എന്താടാ? ഞാൻ ഒന്ന് പോണ്ടാന്നാ, ഇവിടെ തന്നെ നിന്നാ മതി, അങ്ങനെ എന്തേലും ഞാൻ കേൾക്കാൻ റെഡിയാണ്. എനിക്കറിയാം ഞാൻ പോണില്ല, പാപ്പാക്ക് നല്ല ഇഷ്ടമുണ്ടെന്ന്. കളമായ 10-26 വയസ്സ് വരെ ഞാൻ നിന്നെ തീറ്റിപ്പോറ്റി. ഇപ്പൊ പോത്തുപോലെ വളർന്നില്ല ഈ. എടാ 10ാം ക്ലാസ് തോറ്റ നിനക്ക് എവിടെ ജോലി കിട്ടാനാടാ? ഈ കണ്ണി കണ്ടിട്ട് കൈയും കാലം പിടിച്ച് ഞാൻ അവിടെ ജോലി ഒപ്പിച്ചിട്ടുണ്ട്. അതും വേണ്ടെന്ന് വെച്ച് തിരികെ പോരാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും. ഈ പഞ്ചായത്ത് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിലേ ആ കളമായി ചോറ മതി പാപ്പാ, സന്തോഷായി. ആ ഇനി മര്യാദക്ക് പോകുന്നത് നല്ലത്. ശരി എന്നാ, പഞ്ചായത്ത് നിന്നൊക്കെ കാലുകുത്തിക്കൂലേ? ആ ഉള്ള പൈസ മേടിച്ച് നാളെ കേട്ട്. ഹായ് ബ്രോ, ചെന്നൈയിലോട്ടല്ലേ? എന്താണ്? അല്ല, ചെന്നൈയിലോട്ടല്ലേ? ആ ഞാൻ ചെന്നൈയിലോട്ടാ. ആ ഞാൻ ഷൈൻ. ബ്രോന്റെ പേര്? സെബാൻ. അത് അപ്പനായിരിക്കും അല്ലേ? എൻ്റെ അപ്പന. പാവം. എന്താണ്? അല്ല, ആളെന്തൊരു പാവാണ്. ബ്രോ എന്തൊരു മണ്ടനാ. അല്ല ബ്രോ എന്ത് ലക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചേ. എന്റെ വാപ്പിയൊക്കെ നീ ഇവിടെ നിന്നാ നശിക്കുന്നൊക്കെ പറഞ്ഞ എന്നെ ഇങ്ങോട്ട് കയറ്റി വിടാണ്. ബ്രോന്റെ അപ്പനാണെങ്കിൽ പൂവല്ലേ എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് പറയണ്. നല്ലൊരു മനുഷ്യൻ. എന്റെ വാപ്പിക്ക് ഇത് കണ്ടുപിടിക്കണം. ഞാനിപ്പോ ഇങ്ങനെ പറയാം, ബ്രോ ക്രിക്കറ്റ് അടിച്ചില്ലേ, അപ്പൊ പുള്ളിക്ക് എന്തോരം വിഷമമുണ്ടാവും. അല്ല അതൊക്കെ പോട്ടെ, ബിസിനസ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്? ആർക്ക്? അല്ല, നേരത്തെ പുള്ളി പറയണ കേട്ട് നിങ്ങക്ക് എന്തോ വലിയ പാരമ്പര്യമായിട്ടുള്ള. നീ എന്തൊക്കെയാടാ പറയുന്നത്? നിങ്ങളെന്തോ ബിസിനസ്സാ അല്ലെ, മാള്, തിയേറ്റർ? എടാ എൻ്റെ അപ്പൻ നാട്ടിലൊരു എന്റെ അപ്പൻ നാട്ടിലൊരു പേര് കേട്ട പേര് കേട്ടാ? എടാ എൻ്റെ അപ്പൻ നാട്ടിലൊരു പേര് കേട്ട കള്ളനാടാ. നിധിയെ കണ്ടെത്തി, അതിനു ചുറ്റും കാവലായൊരു ഭൂതത്താനുണ്ട്. വലയെറിഞ്ഞ നിധിയെ തൂക്കാൻ വന്നു നിന്നവനെ നാട്ടുകാരോ കൂട്ടം ചേർന്ന് താപ്പിലാക്കിയല്ലോ. പത്രത്തെ ഓടിക്കഴിഞ്ഞാ പോവാ നമുക്ക്. വാ.
എന്താ പത്രസേ കഴിഞ്ഞില്ലേ? ഈ സമയം എടുക്കും. തുറക്കാൻ പറ്റണല്ലേ? ഞാൻ സഹായിക്കണോ? ഇതൊക്കെ എനിക്ക് നിന്നെ പിടിച്ച് ഞങ്ങൾക്ക് എന്നാ ബോറടിച്ചൂടി. ഞാൻ ഇമ്പ്രൂവ് ആയി. ഇനി ഇമ്പ്രൂവ് ചെയ്യില്ല. ഇനി സ്റ്റാർട്ടിംഗ് ഇമ്പ്രൂവ് ചെയ്യാം. നീ വാ